പിള്ളേരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വളരെ സ്വസ്ഥവും സമാധാനവുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ പാറുണ്ട് എക്സിബിഷൻ ആയതുകൊണ്ട് വീട് ഫുള്ള് കച്ചറമയാണ്. ഒരു ഒന്നരാടം കൂടുമ്പോൾ നമുക്ക് വീട് ഫുള്ള് ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട അവസ്ഥയാണ് കേട്ടോ. പിള്ളേരുള്ളപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ എല്ലായിടും സെറ്റാക്കി. പക്ഷേ നമ്മുടെ തെക്കേ മുറി എന്ന് പറഞ്ഞൊരു ഗോഡൗൺ ആണ്. ഇന്നലെ കംപ്ലീറ്റ് ഇവിടെയായിരുന്നു നമ്മൾ അവളുടെ എക്സിബിഷനുള്ള സാധനങ്ങളും കട്ടിങ്സും പശയും ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ വൃത്തിയാക്കാൻ നിൽക്കുകയാണ്. ഫ്ലോറിൽ ഫുള്ള് ഫെവിക്കോളൊക്കെ വീണിട്ട് അത് കഷ്ടപ്പെട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കീത്തും. ബെഡ്ഷീറ്റ് മാറ്റാൻ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് കുറേ നാൾ മുമ്പ് ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ബെഡ്ഷീറ്റും 2 കൊല്ലമായിട്ടുണ്ടാവും ഞാൻ മേടിച്ചിട്ട്. ഭയങ്കര ക്വാളിറ്റി, നല്ല ഭംഗിയാണ്. റൂമിൽ കെടുക്കണ കാണാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ ഒരു വലിയ സ്കെച്ച്മെൻ്റ് സെറ്റൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇന്നലെ നൈസായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ട്. പാറുമുള്ള സ്റ്റഡി ടേബിൾ ആണെങ്കിലും ഇതൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ വെടിവെക്കുന്ന ഈ ഒരു പശ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിൽ വെച്ചോ, ആവശ്യം വരും. 171 രൂപയ്ക്ക് 2 അടക്കം. ഒരു ക്ലോത്ത് ഓർഗനൈസറാണ്. ഒരു ബോക്സിൽ ഞാൻ പാറുമുള്ള സാധനങ്ങളാണ് വെച്ചത്. എന്ന് രാവിലെ അടിപൊളിയാണ്. വെള്ള പെറ്റിക്കോട്ട് കാണുന്നില്ല, പിന്നെ ടൈ കാണുന്നില്ല, ടവൽ കാണുന്നില്ല, എല്ലാം അടക്കി ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ണികൾ കുട്ടിച്ചെടികൾ വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ എൻ്റെ പാൻറ്റുകൾ വെച്ചത്, ലെഗിൻസ്, സ്വെറ്റേഴ്സ്, ടീഷർട്ട് ഒക്കെ നമുക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനം. ഈ കബോർഡ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് സെറ്റായിട്ടിരുന്നുള്ളൂ. ഇത് പൂവത്തുമില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. സെറ്റായിട്ട് അവിടെ ഇരുന്ന് രാവിലെ തുടങ്ങിയ പണിയാണ്. നമ്മുടെ വീടും റൂമൊക്കെ പക്ക ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റ് ഇട്ടായിരുന്നു നല്ല ഭംഗിയില്ല റൂം. ബെഡ്ഷീറ്റിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം കേട്ടോ. എല്ലാ പണിയും കഴിയല്ലേ നമ്മുടെ കണ്ണച്ചൻ എത്തിയിട്ട് വീട്ടിലേക്ക്. അച്ഛൻ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വരാറുണ്ട്. ഇപ്പം ഞാൻ നോക്കുന്നത് മധുരമുള്ളത് ഏതായിരുന്നു, മധുരമില്ലാത്തത് ഏതായിരുന്നു എന്നാണ്. കണ്ണച്ചൻ ഇത്തിരി ഷുഗർ ഉള്ളതുകൊണ്ട് വിത്തൗട്ട് ടീ ആണ് വേണ്ടത് ആൾക്ക്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ശുഭമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ലിങ്കുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ടോപ്പിൽ നോക്കിക്കോട്ടോ.